ഹേയ് കളികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ തേജ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗോളം എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ്. അപ്പോൾ അങ്ങനെ നേരെ റിവ്യൂലോട്ട് കിടക്കുകയല്ലേ. സോ ഗൈസ്, ഈ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഡീസൻറ്റ് സിനിമയാണ്. അതായത് ഡീസൻറ്റ് ക്രൈം ത്രില്ലർ മൂവിയാണ്. സിനിമേനെ പറ്റി നെഗറ്റീവ് പറയാനായിട്ട് തന്നെ യാതൊന്നും തന്നെ ഇല്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായിട്ട് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നൊരു സിനിമയാണ് ഗോളം. ഈ സിനിമയിൽ മൊത്തം പുതുമുഖങ്ങളാണ്. ഐ മീൻ ഡയറക്ടറും പിന്നെ അഭിനയിച്ചിരിക്കുന്നവരും ഒക്കെ പുതുമുഖങ്ങളും പിന്നെ കുറച്ച് യൂട്യൂബേഴ്സും അവരൊക്കെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന അഭിനയമൊക്കെ കിടിലനായിട്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അതായത് എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് അഭിനയിക്കാൻ അറിയാത്ത കുറേ യൂട്യൂബേഴ്സിനെ കൊണ്ടുവന്ന് അലമ്പാക്കുന്നത്. ഇതിലതുപോലെ ഇല്ല. അവർക്ക് കൊടുത്തിരിക്കുന്ന വേഷം നല്ല ഇമ്പോർട്ടൻസ് ഉള്ളതും ഇതിൽ ഓരോ ക്യാരക്ടറും അവരവരുടെ കറക്റ്റായിട്ടുള്ള ഇതിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗോളം കാണാൻ ഞാൻ കുറച്ച് ലേറ്റായി എന്ന് വേണം തന്നെ പറയാൻ. കുറച്ചും കൂടി നേരത്തെ കാണേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു ഗോളം. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് നായകഥാപാത്രം ചെയ്ത ആളാണ്. ആൾ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്ന് ആളിന് മുമ്പ് മൈക്കും കൽബൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും ആളുടെ ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ സാധിക്കും. മറ്റേ മൈക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഇത് മറ്റേ ട്രാൻസ്ജെൻഡർ അതാവാൻ ശ്രമിക്കുന്ന ആ ഒരു പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ അങ്ങനെ. പിന്നെ കൽബിൽ അറിയാലോ, ആ സിനിമേനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ആളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ്. ആകെ 3 പടത്തിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് തന്നെയായിരുന്നു, എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഇതിൻ്റെ അവസാനം അനൗൺസ് ചെയ്തിട്ടുണ്ട്, കാത്തിരിക്കാം. അപ്പോൾ ആൾക്ക് കൊടുത്ത വേഷം കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. സന്ദീപ് കൃഷ്ണയോ അങ്ങനെ എന്താണ് ആളുടെ ക്യാരക്ടറിനെയും. പിന്നെ എടുത്തു പറയേണ്ട ആക്ടേഴ്സാണ് നമ്മുടെ സണ്ണി വെയിൻ, അതുപോലെ തന്നെ നമ്മുടെ ദിലീഷ് പോത്തൻ. ഇങ്ങനെയുള്ള ആക്ടേഴ്സൊക്കെ ഇതിലുണ്ട്. അവരൊക്കെ കിടിലൻ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് വലിയ ബഡ്ജറ്റുള്ള സിനിമയൊന്നുമല്ല. ഒരു ഓഫീസും 2 വീടും ഇത്ര ഉള്ളൂ ഈ സിനിമയിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അത് ഞാൻ അങ്ങനെ ഒരു സിനിമ ജസ്റ്റ് ഒരു 2 hours ഉള്ളൂ. അതായത് ആ 2 മണിക്കൂർ കൊണ്ട് ആ ഒരു കേസും അതിനായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളും മാത്രമാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ പക്ഷെ അത് കിടിലനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലും പിന്നെ നമ്മൾ വണ്ടറടിച്ചിരുന്ന് പോകുന്ന രീതിയിലും ഗോളം എന്ന് പറഞ്ഞ സിനിമയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതലൊന്നും പറയണില്ല. ഞാൻ ഈ സിനിമയ്ക്കൊരു 5-ൽ 4.7 കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ 3% എവിടെ പോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് അടിച്ച്, കുറച്ചെന്ന് പറയുമ്പോൾ ആ കേസിലേക്ക് കടക്കാനുള്ള ലാഗ്, അതിലൊരു 3 പോയിൻറ്റ്സ് അതായത് റേറ്റിങ്ങിൽ. സോ നിങ്ങൾ ഗോളം എന്ന് പറഞ്ഞ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ധ്യാൻ തേജ് വീഡിയോകളെ സൈനിങ് ഓഫ്. ബൈ.